മാന്യ സദസ്സിന് നമസ്കാരം. ആദരണീയരെ അധ്യാപകരെ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, ഇന്ന് ജൂൺ 5. നാം എല്ലാവരും ലോക പരിസ്ഥിതി ദിനമായി ഇന്ന് ആചരിക്കുന്നു. പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട ഏതാനും ചില വാക്കുകൾ സംസാരിക്കുവാനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. കുടിക്കുവാനുള്ള വെള്ളവും ശ്വസിക്കുവാനുള്ള വായുവും നിലനിൽക്കണമെങ്കിൽ വനങ്ങൾ നിലനിൽക്കണം. അതുകൊണ്ട് വനസംരക്ഷണം ഓരോ മനുഷ്യൻ്റെയും കർത്തവ്യമാണ്. എന്നാൽ പെട്ടെന്നുള്ള വൻ വികസനം കൊതിക്കുന്ന മനുഷ്യൻ യാതൊരു ദയയുമില്ലാതെ വനങ്ങൾ വെട്ടിത്തെളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ പല പ്രദേശങ്ങളിലും വനനശീകരണത്തിന്റെ ദോഷഫലങ്ങൾ പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞു. വനനശീകരണം മൂലമുണ്ടായ മണ്ണൊലിപ്പ് കാരണം കേരളത്തിലെ മിക്ക അണക്കെട്ടുകളും നികന്നു തുടങ്ങി. കാലം തെറ്റിവരുന്ന കാലവർഷം നമ്മുടെ കൃഷി സമ്പ്രദായത്തെയാകെ തകിടം മറിച്ചു കഴിഞ്ഞു. വനങ്ങളിലെ പല ജൈവ വൈവിധ്യങ്ങളും നാശോന്മുഖമായി കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഈ സന്ദർഭത്തിൽ വനസംരക്ഷണത്തിന് മുമ്പ് എന്നത്തേതിലുമേറെ പ്രസക്തിയുണ്ട്. വനസംരക്ഷണം എന്നതുകൊണ്ട് ഏറ്റവും പ്രധാനമായും ഉദ്ദേശിക്കുന്നത് നിലവിലുള്ള വനസമ്പത്ത് കാത്തു സൂക്ഷിക്കുക എന്നതാണ്. കാട് തെളിച്ച് റബ്ബറോ തേക്കോ വെച്ച് പിടിപ്പിച്ചാൽ അത് വനത്തിന് പകരമാകില്ല. വനത്തിലെ സസ്യലതാദികളുടെ വൈവിധ്യം നമുക്ക് സൃഷ്ടിക്കാനാവില്ല എന്നതാണ് കാരണം. അതുകൊണ്ട് കാട് വെട്ടിത്തെളിച്ചുള്ള വികസന പരിപാടികൾ നാം ഉപേക്ഷിക്കേണ്ടതാണ്. പരിസ്ഥിതിയെക്കുറിച്ചുള്ള ആശങ്ക ഇന്ത്യയിൽ വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് വൻതോതിലുള്ള വനനാശത്തിന് കാരണമാകുന്ന സൈലന്റ് വാലി, പൂയംകുട്ടി, രുദ്രവനം തുടങ്ങിയ പദ്ധതികൾ സർക്കാർ ഉപേക്ഷിച്ചത്. വനസംരക്ഷണത്തിനു വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ചവരുടെ പല സന്നദ്ധ സംഘടനകളും ഈ രംഗത്ത് മികച്ച സംഭാവനകൾ നൽകിയിട്ടുണ്ട്. നിലവിലുള്ള വനം സംരക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ പുതിയ വനം വെച്ച് പിടിപ്പിക്കാനുള്ള ശ്രമവും നടത്തേണ്ടതായിട്ടുണ്ട്. അത്തരത്തിൽ ഒന്നാണ് സർക്കാർ മേൽനോട്ടത്തിൽ നടക്കുന്ന സാമൂഹ്യ വനവൽക്കരണ പരിപാടി. ഈ പരിസ്ഥിതി ദിനത്തിൽ വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചും നമുക്ക് വനവൽക്കരണത്തിന് ഭാഗവത്താകാം. നന്ദി, നമസ്കാരം.